ഓം ശ്രീ ലളിതാംബികായേ നമഃ. ആധ്യാത്മികം നവമാധ്യമ കൂട്ടായ്മയിലൂടെ ലളിതാ സഹസ്രനാമം ഓരോ ദിവസവും ഓരോ നാമത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമായി നമ്മളുടെ മുൻപിൽ എത്തിക്കൊണ്ടിരുന്നത് ബഹുമാന്യനായ ആചാര്യൻ ശ്രീ വിനോദ്ജി അവർകളായിരുന്നു. അദ്ദേഹം 7 നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. 8ാമത്തെ നാമം മുതൽ ഈ ഉദ്യമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഞാനാണ്. ഞാൻ വിജയൻ വെള്ളാട്ട്, ആധ്യാത്മികം നവമാധ്യമ കൂട്ടായ്മയിലെ അഡ്മിൻ പാനൽ അംഗം കൂടിയാണ്. ശ്രീ വിനോദ്ജി അവർ ഈ കാര്യം എന്നോട് ആവശ്യപ്പെട്ടതിന് പേരിൽ ഈ കൃത്യനിർവഹണത്തിനായിക്കൊണ്ട് ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുൻപിൽ ദിവസവും ഞാൻ വരുന്നതാണ്. ദേവിയെ ഭക്തിപൂർവം ഉള്ളിൽ ഉൾക്കൊണ്ട് ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുവാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനൊരു ചെറിയ കാരണഭൂതനായി ആവാൻ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം ശിരസ വഹിച്ചുകൊണ്ട് ആദ്യം ശ്രീ വിനോദ്ജി പഠിപ്പിച്ച ഭാഗത്തിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ നാമം 8ാമത്തെ നാമത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠസംഭൂത ദേവകാര്യസമദ്യുത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഇതിൽ 7ാമത്തെ നാമമായ ചതുർബാഹുസമന്വിത എന്ന നാമത്തിൻ്റെ അർത്ഥം അതിമനോഹരമായി ഇവിടെ വിനോദ്ജി അവതരിപ്പിച്ചിരുന്നു. അടുത്ത നാമം 8ാമത്തെ നാമമായ രാഗസ്വരൂപപാഷാഢ്യ. രാഗസ്വരൂപം, സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം, സ്നേഹസ്വരൂപിണി ആണ് അമ്മയായ ദേവി. ഭക്തന്മാർക്ക് അങ്ങേയറ്റത്തെ വാത്സല്യം, യാതൊരു മടിയും കൂടാതെ വരം നൽകുന്ന ദേവിയാണ് രാഗസ്വരൂപ പാഷാഢ്യ എന്ന ഈ നാമം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിൽ മുഖ്യമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ദേവി സ്നേഹസ്വരൂപിണിയായിരിക്കുന്നത് സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും മാത്രമാണ് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത്. അടുത്ത നാമം കൊണ്ട് ഇതിൻ്റെ വിപരീതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഗസ്വരൂപമായി എന്ന് വെച്ചാൽ അനുരാഗസ്വരൂപമായിരിക്കുന്ന പാശം കൊണ്ട്, പാശായുധം കൊണ്ട്, ആഢ്യ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായവൾ, അതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശബ്ദാദി തന്മാത്രകൾ 5 പുഷ്പബാണങ്ങളും, മനസ്സ്, കരിമ്പുവില്ല്, രാഗം പാശവും, ക്രോധം അങ്കുശവും ആകുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അതാണ് രാഗസ്വരൂപ പാഷാഢ്യ എന്ന ഈ നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദേവി സ്നേഹമസൃണമായ ദേവി സ്നേഹസ്വരൂപിണിയാണ്. വാത്സല്യം വാരിക്കോരി ഭക്തജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും നൽകുന്നു. ദുഷ്ടന്മാർക്ക് ഇതിൻ്റെ നേർ വിപരീത ഫലമാണ്. ആയതുകൊണ്ട് നാം സൽക്കർമ്മങ്ങൾ ചെയ്യുക, എപ്പോഴും ദേവിയെ സ്മരിക്കുക. അടുത്ത നാമം, 9ാമത്തെ നാമം നമ്മൾക്ക് നാളെ പഠിക്കാം. ഓം ശ്രീ ലളിതാംബികായേ നമഃ.